ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ദിവസം. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാൻ മാത്രമല്ല, പെങ്ങളെ കുരിപ്പ് വന്നത് നിന്റെ ഏട്ടൻ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ബേക്കാണ്ട് ഏട്ടനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. കാക്കും ഫാമിലി നാട്ടിൽ എനിക്ക് ആ ഒറ്റ സങ്കടമുള്ളൂ. ഞാൻ ഈ കിടക്കുന്ന റൂമാണ് പോകും. ഞാൻ ഇവിടെ ആധാരമില്ലാതെ പുറമ്പോക്ക് ഭൂമിയിലാണ് താമസിക്കുന്നത്. ഇതിന് തൊട്ടപ്പുറത്താണ് എന്റെ റൂം. അതുകൊണ്ട് ഓല് വരുന്നതിനെ കൊണ്ട് എന്റെ സാധനങ്ങളൊക്കെ പാടെടുത്ത് ഈ റൂം കൊണ്ടുപോയിട്ട് ഈ കുണ്ടാമണ്ടീസ് ഒക്കെ പാടെ സെറ്റ് ആയിക്കണം. അയച്ചാൻ കുഴിച്ചാൽ ഇവിടെ കുടിക്കണം. ഹൈ റബ്ബേ, അളിയനാണെങ്കിൽ സൈബർ സെല്ലിന്റെ സഹായം തേടി ഫ്ലൈറ്റ് എവിടെ അത് വിദഗ്ധമായി നോക്കുന്നുണ്ട്. വാപ്പാക്കാണെങ്കിൽ അൾട്ടിമേറ്റ് പുച്ഛം. ഇത് കയറിനാടി ഫ്ലൈറ്റ് ഞാൻ കയറിക്കണം. 10-36 കൊല്ലമായി മോനെ ഫ്ലൈറ്റ് കയറാൻ തുടങ്ങിയിട്ട്. അവസാനം ബൊക്കും ചാക്കിയും കുട്ടികളൊക്കെ പാടെ പെറുക്കി കൂട്ടിയാണ് പെരിന്ന് ഇറങ്ങി. ദീദിയുടെ കൊടൈക്കനാലൊക്കെ ടൂർ ആണ്. ജീരകവെള്ളമൊക്കെ കൈക്ക് പിടിച്ചു. ഇമ്മാനടുത്ത് ചെന്നപ്പോ ഞാൻ കൈക്ക് പിടിച്ച് കൊടൊന്നും വീഡിയോ എടുക്കലായിരുന്നു. ഞാൻ ഒരു ബ്ലോഗർ എംഎൽഎ ഉമ്മാക്കൊരു ദമ്മും. എങ്ങോട്ടാണ് പോകുന്നത് ഷർഫുല്ല? എന്റെ ആദ്യത്തെ കൺമണി വരുന്നുണ്ട്. ഉമ്മാന്റെ ആദ്യത്തെ കൺമണി വരുന്നുണ്ട്. ഉമ്മാന്റെ ആദ്യത്തെ കൺമണി വരുന്നുണ്ട്. നിങ്ങൾ ആരാ വരുന്നത്? എന്റെ പ്രിയപ്പെട്ട മകന്. ഞാൻ എന്താ പ്രിയപ്പെട്ടവനല്ലേ? പ്രിയപ്പെട്ട മകന് ആദ്യത്തെ കൺമണി. അല്ലെങ്കിൽ പെരക്കാർക്ക് മൂത്ത മക്കളോട് അധികം സ്നേഹം കൂടുതലാണ്. കൊട്ടക്കണക്കിനുള്ള പെട്ടിണ്ടാവുന്നതാണ് നമ്മൾ രണ്ട് വലിയ വണ്ടി എടുത്തുകൊണ്ടാണ് പോകുന്നത്. അളിയന്റെ സോപ്പ് സ്ലോ ആയതുകൊണ്ട് ഞാൻ വണ്ടി പറപ്പിച്ചതിൽ ഞാനാണ് ഫസ്റ്റ് എയർപോർട്ടിൽ എത്തിയത്. കാക്കട് വരുന്ന ബൊക്കും ചട്ടിയും കുട്ടിയൊക്കെ. അളിയൻ പിന്നെ ഉരുക്ക് മനസ്സിലായതുകൊണ്ട് കുട്ടിനെ തെങ്ങുമ്പോ കയറ്റിയിരുത്തി. ഹായ്, ദാ വരുന്ന മോനെ എന്റെ ഇക്കാൻ ഫാമിലി. നിങ്ങൾക്ക് ഈ മുതലിനെ കാണാൻ ഞാൻ ഈ കാത്തിരുന്നു. ഞാനും ഇവരും തമ്മിൽ അന്തർധാര അത്രയും ആഴത്തിലാണ്. വണ്ടി രണ്ടെണ്ണം കൊണ്ട് നന്നായി എല്ലാം കൂടി ഇട്ട് പൂട്ടിക്കാൻ നേരെ പെരീക്ക് വിട്ട്. പെരെന്തായാലും 6 സെന്റിൽ ഒതുങ്ങൂല. ഈ കാണുന്ന കുട്ടിപ്പട്ടാണെങ്കിൽ ഒരു തലക്കെന്ന് ഇപ്പൊ തന്നെ പൊളിച്ചു തുടങ്ങിയിരിക്കണേ.